ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള മുട്ട കൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ് 65. അപ്പോൾ ചിക്കൻ 65 ഒക്കെ കഴിച്ചതിൽ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിന്ന് എഗ് 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പം എഗ് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 വലിയ മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ മുട്ട തന്നെയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 മുട്ട ഹാഫ് ആക്കിയ ശേഷം ഇതിൻ്റെ മഞ്ഞ എടുത്ത് മാറ്റാം. ഇനി ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇപ്പം നമ്മളിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ചെറുതായി ചതച്ചത് ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക് ചെറുതായിരുന്നത്, കുറച്ച് കറിവേപ്പില ചെറുതായിരുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കാം. പൊടികളും മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ടയുടെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മൊത്തം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ കളിച്ച് വരുമ്പോൾ നമുക്ക് ഈ തയ്യാറാക്കി വെച്ച മസാല ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. ഇത് കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മസാലയെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് 65 ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.